അങ്ങനെ 5 വർഷത്തിന് ശേഷം അവർ കല്യാണം കഴിച്ചല്ലേ? പക്ഷെ അവിയൽ സൂപ്പറായിരുന്നു. പായസം എന്താ മോശമായിരുന്നോ? നിന്റെ കല്യാണക്കാരെയൊക്കെ എന്തായി? ഒരു 5 വർഷം മുമ്പേ ഞാൻ നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴേ നീ ഒരു ഏസ് പറഞ്ഞിരുന്നെങ്കിലോ അപ്പം എൻ്റെ കല്യാണം കഴിയാനോ. അയ്യാ ഒന്ന് പോടാ. എന്താടി നിന്റെ കല്യാണക്കാര്? വീട്ടിൽ നോക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും ആയില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നീ സത്യം പറയോ? പറ. എടാ, കോളേജ് കഴിഞ്ഞ് ഇത്രയും നാളായില്ലേ, ഇതുവരെ നിനക്ക് വേറെ റിലേഷൻ ഒന്നും ആയില്ലേ? ഞാൻ കുറേ പേരെടുത്ത് കണക്ട് ആവാൻ ശ്രമിച്ചടി, പക്ഷെ എനിക്കൊന്നും വർക്കാവുന്നില്ല. പിന്നെ ഞാൻ നിർത്തി. കണക്ട് ആകണമെങ്കിൽ ആദ്യം നിന്റെ ഇൻട്രോവേർട്ട് സ്വഭാവം ഒന്ന് മാറ്റി. പിന്നെ ഇപ്പൊ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഞാൻ നല്ലോണം ശ്രമിക്കുന്നുണ്ടടി, പക്ഷെ എന്നാ കാരണം എനിക്കങ്ങ് മനസ്സിലാവുന്നില്ല. നീ ശരിക്കും എന്നെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്നാ? നീയുമായിട്ട് കമ്പനിയായി ഇങ്ങനെ അടുത്തടുത്തടുത്ത് വന്നപ്പം വല്ലാത്തൊരു ഇഷ്ടം തോന്നി തുടങ്ങി. ആദ്യമൊക്കെ അതൊരു ഇൻഫാജുലേഷൻ ആണെന്ന് ഞാൻ വിചാരിച്ചത്. പിന്നെ അതിങ്ങനെ ഇരുന്നിരുന്നിരുന്ന് ഒരു ബലൂൺ പോലെ വീർത്ത് 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 അവസാനം ഒറ്റപ്പെട്ടു. അപ്പോഴാണ് ഞാൻ ഇഷ്ടമെന്ന് പറഞ്ഞു. എടാ, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്, നിനക്ക് വേണ്ടിയിട്ടൊന്ന് ട്രൈ ചെയ്യട്ടെ? എന്തിനാ നിന്റെ കൂട്ടുകാർ? നീ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കിയാൽ പോരേ? എടാ, നിനക്ക് അറിയാലോ, നമ്മൾ തമ്മിൽ സെറ്റായ പോലെ എൻ്റെ വീട്ടുകാരെ സമ്മതിക്കത്തില്ല. പിന്നെ അവര് സമ്മതിക്കാത്തോടെ ഒരു കാര്യം ഞാൻ ചെയ്യത്തില്ല. അയ്യോ, ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞല്ലേ, നീ അത് കാര്യമായിട്ട് എടുക്കല്ലേ. അപ്പോൾ നമുക്കൊരു ചായ കുടിച്ച് ചെല്ലായിട്ട് വീട്ടിൽ